ഹായ് അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് പെരുന്നാളിൻ്റെ വിശേഷങ്ങളും രണ്ടാം പെരുന്നാളിൻ്റെ വിശേഷങ്ങളും എല്ലാം കൂടിയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇടാൻ കുറച്ച് വൈകി പോയിട്ടുണ്ട്. പെരുന്നാൾ കഴിഞ്ഞപ്പോൾ ഒരാഴ്ച വേറായി ഏകദേശം. അപ്പോൾ കാണിക്കാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ പെരുന്നാളൊക്കെ കഴിഞ്ഞ് വീട്ടിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഉമ്മാക്ക് വയ്യാതായി. അപ്പോൾ ഉമ്മാനെ കൊണ്ടിട്ട് ഡോക്ടറെ അടുത്ത് പോലും വീട്ടിലായിരുന്നു ഞാൻ. അപ്പോൾ ഇന്നാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെയാണല്ലോ നമ്മുടെ വൈഫൈയും കാര്യങ്ങളൊക്കെ. അവിടെ എനിക്ക് റേഞ്ച് ഇല്ല, അവിടെ ശരിക്കും നെറ്റ് കിട്ടുമൊന്നുമില്ല. അത് കാരണം എനിക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാൻ ഇത്രയും താമസിക്കാൻ തന്നെ കാരണം കേട്ടോ. ഞാൻ പെരുന്നാൾ വിശേഷങ്ങളൊക്കെ പെരുന്നാളിൻ്റെ അന്ന് തന്നെ ഇടണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു. പെരുന്നാളിൻ്റെ അന്ന് ഉച്ച കഴിയുമ്പോഴേക്കും വീഡിയോ സെറ്റാക്കണം വിചാരിച്ചത്, പക്ഷേ ഇടാൻ പറ്റിയില്ല. കുറേ കാരണങ്ങളുണ്ടായിരുന്നു ശരിക്കും. പിന്നെ ഇപ്പോൾ ഇടുമ്പോഴേക്കും കുറച്ച് വീഡിയോസൊക്കെ എൻ്റെ ഫോണിൽ നിന്ന് പോയിരിക്കണു. കുട്ടികളെടുത്ത് കളിച്ചിട്ട് എന്താണെന്നറിയില്ല, 2-3 വീഡിയോസൊക്കെ ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഉള്ള വീഡിയോ ഒക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് നമ്മളെല്ലാ ദിവസം ഇടുന്നേക്കാളും കുറച്ച് കൂടുതൽ ഉണ്ട് കേട്ടോ വീഡിയോ. ഒരു 10-14 മിനിറ്റോളം വീഡിയോ ഉണ്ട്. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും എന്നൊക്കെ വിചാരിക്കുന്നു നമ്മുടെ വീഡിയോ. എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ എഴുതുക കേട്ടോ. അപ്പോൾ പെരുന്നാളിൻ്റെ അന്നത്തെ വിശേഷങ്ങളും പെരുന്നാൾ കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങളും വീട്ടിലെല്ലാവരും കൂടിയ വിശേഷങ്ങളൊക്കെയാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നത് ഫസ്റ്റത്തെ പെരുന്നാളിന് നമ്മൾ താമസിക്കുന്നിടത്തിലുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഞാൻ മന്തിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മന്തിയായി രാവിലെ പത്തിരിയും ഇറച്ചിയായിരുന്നു. അതൊക്കെ ഉണ്ടാക്കി പിള്ളേരെന്നൊക്കെ പള്ളിക്കിലേക്ക് പറഞ്ഞയച്ചു. പിന്നെ ഞാൻ അവർ വരുമ്പോഴേക്കും മന്തി ഉണ്ടാക്കി. എന്താ പറയുക, അവർ വരുമ്പോഴേക്കും കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് രാവിലെ തന്നെ മന്തി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു പള്ളി പിരിഞ്ഞ് വരുമ്പോഴേക്കും എല്ലാം സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ വന്നതും ഞാൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇതായിരുന്നു. അപ്പോൾ മൂന്നാളും പെരുന്നാൾ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇരിക്കുന്നത്. ഞാനൊരു ടോപ്പ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ പറഞ്ഞിരുന്നില്ലേ, നമ്മൾ ടോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടോപ്പാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ. അപ്പോൾ പത്തിരിയും ഇറച്ചിയായിരുന്നു കറി. പിന്നെ ചായയും കൊടുന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ചായ കുടിക്കട്ടെ. പിന്നെ ഇതിൻ്റെ ഇടയിലുള്ള കുറച്ച് വീഡിയോസാണ് പോയത്. പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്ന വീഡിയോസായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിള്ളേരുടെ കയ്യിൽ വീട്ടിൽ പോയപ്പോൾ എല്ലാവരും പിള്ളേരൊക്കെ ഫോണെടുത്ത് കളിച്ചിട്ട് ഇപ്പോഴാണ് തപ്പണത്. വീഡിയോസൊക്കെ എവിടെയും തപ്പുമ്പോൾ ഒന്നും കാണാനില്ല. കുട്ടികൾ ചിലപ്പോൾ അറിയാതെ ഡിലീറ്റ് ആക്കിയിട്ടുണ്ടായിരിക്കും. ഭാഗ്യം ഇത്രയും കിട്ടിയതെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്തായാലും ചായ കുടിക്കട്ടെ കേട്ടോ. പെരുന്നാൾ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുമ്പോൾ എനിക്ക് എന്തോ പോലെ ഉണ്ട്. ഞാൻ 2-3 തൊട്ട് ആലോചിച്ചു ഇനി ഇത് ഇടണോ വേണ്ടേന്ന്. പിന്നെ എന്തായാലും നമുക്ക് ഓരോ കാര്യങ്ങൾ നമ്മുടെ വീഡിയോസിൽ യൂട്യൂബ് എടുത്ത് നമ്മുടെ ചാനലെടുത്ത് നോക്കുമ്പോഴാണ് നമ്മുടെ ഓരോ കാര്യങ്ങൾ അറിയണത്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. അപ്പോൾ അതിലേക്ക് ഇടുന്നോട്ടെ എന്ന് വിചാരിച്ചു എന്താണെങ്കിലും. പിന്നെ നിങ്ങളും പെരുന്നാൾ വിശേഷങ്ങളൊക്കെ ഇടാൻ പറഞ്ഞിട്ട് എനിക്ക് കമൻറ്റ് ചെയ്തതല്ലേ. അപ്പോൾ എന്തായാലും വൈകിയാലും അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ചായ കുടി കഴിഞ്ഞിട്ട് പിന്നെ ചോറ് വയ്ക്കലാട്ടോ ഞാൻ കാണിക്കുന്നത്. ചോറ് വയ്ക്കാൻ കാകാടെ മക്കളും ഉണ്ടായിരുന്നു കേട്ടോ. കാകാടെ 2 കുട്ടികളും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരെ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുകയാണ്, മന്തി കഴിക്കുക കേട്ടോ. എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ. എനിക്ക് പെരുന്നാളായി കഴിഞ്ഞ് സാധാ ചോറും മോരുകറി, ബീഫ് വരട്ടിയത്, ഇഞ്ചിയും പുളി അങ്ങനെയൊക്കെ കൂട്ടിയിട്ട് ചോറുണ്ടതാണ് ഇഷ്ടം. പിന്നെ പിള്ളേരുടെ ഇഷ്ടത്തിനാണ് ഈ മന്തിയും ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നത്. പണ്ടത്തെ പെരുന്നാളിന് എൻ്റെ ഉപ്പുള്ള സമയത്തൊക്കെ പെരുന്നാളിന് ഇങ്ങനെ ഇലയിലൊക്കെ ഇങ്ങനെയുള്ള ചോറും എന്താ പറയുക, മോരുകറിയും സാമ്പാറും ബീഫ് വരട്ടിയതും പിന്നെ പപ്പടവും ഗോതമ്പ് പായസവും ഒക്കെ ഉണ്ടാവുക കേട്ടോ. ഇപ്പോഴൊക്കെയാണ് മന്തി എന്താ പറയുക പിന്നെ ബിരിയാണി ഒക്കെ ആവണത്. ഇതൊക്കെ പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെക്കുന്നതായ കാരണം ഇതിനൊന്നും വലിയ പുതുമൊന്നും തോന്നിയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, അവർ ഇന്നതാ കഴിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ പെരുന്നാൾ ആഘോഷം ഇത്ര ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പെരുന്നാളിൻ്റെ ആഘോഷം. പിന്നെ രണ്ടാമത്തെ പെരുന്നാളൊന്നുമില്ല. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ചെറിയ പെരുന്നാളിന് 2-ാം പെരുന്നാളും 3-ാം പെരുന്നാളൊന്നുമില്ല. രണ്ടാമത്തെ ദിവസം ഞങ്ങളെല്ലാവരും കൂടിയിട്ട് വീട്ടിലൊന്ന് കൂടി. അതാണ് ഉണ്ടായത്. അപ്പോൾ വീട്ടിലേക്ക് പിറ്റേ ദിവസം ചെന്നപ്പോൾ പുറത്ത് തന്നെ അടുപ്പൊക്കെ ഉണ്ടാക്കി. അളയനായിട്ട് അവിടെ ഇരിക്കുന്നത്. പുറത്ത് തന്നെ അടുപ്പൊക്കെ ഉണ്ടാക്കി ഞാൻ ചിക്കൻ പൊരിക്കുകയാണ് കേട്ടോ. ബിരിയാണി ഉണ്ടാക്കണത്. എല്ലാവരും വരും കേട്ടോ. താത്തയും മക്കളും കുട്ടികളും മരുമക്കളും എല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ബിരിയാണി വയ്ക്കുകയാണ്. അപ്പോൾ ഞാൻ ചിക്കൻ പുറത്തൊക്കെ അടുപ്പുണ്ടാക്കിയിട്ട് വറുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അളയൻ അവിടെ എന്നെ ഹെൽപ്പ് ചെയ്യാതിരിക്കുകയായിരുന്നു അളയൻ. പിന്നെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അളയൻ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ചായ കുടിക്കുമ്പോഴേക്കും ഞാൻ ഇറച്ചിയൊക്കെ പൊരിച്ച് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അളയന് പുട്ടും ചിക്കൻ കറിയും കൊടുന്ന് കൊടുത്തിട്ടുണ്ട് താത്ത. പിന്നെ അകത്ത് കുട്ടികളെല്ലാവരും കൂടി ഇരുന്നിട്ട് ചായ കുടിക്കുന്നുണ്ട്, വട്ടളഞ്ഞിരുന്നിട്ട്. ഇനി എല്ലാവരും വരുമ്പോൾ ഒരു ബഹളം തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക,
അവരിത് പുട്ടും ചായയൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. എന്തെങ്കിലും വിശേഷങ്ങൾ ഉണ്ടായെങ്കിൽ പുട്ടല്ലേ എല്ലാവരോടും ഉണ്ടാക്കുക. പുട്ടുണ്ടാക്കാനാണല്ലോ എളുപ്പം. അപ്പോൾ താത്ത പുട്ടും കുറ്റിയിൽ പൊടി വാരിയിട്ട് നിറയ്ക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ ചിക്കനൊക്കെ ഏകദേശമൊക്കെ വറക്കൽ പകുതി ആവാറായി കഴിഞ്ഞിട്ടില്ല. പിന്നെ തെങ്ങിൻ്റെ ചോട്ടിലിരുന്നിട്ടാണ് ചിക്കൻ വറക്കുന്നത്. ആ ഒരു പേടിയുണ്ട്. പിന്നെ ഇത്രയും ചൂട്ടത്ത് നിൽക്കുമ്പോൾ എനിക്ക് നിൽക്കുന്നിട്ട് പോരാനൊന്നും അറിയണില്ല കേട്ടോ. ഇത്രയും എന്താ പറയുക, ഇങ്ങനെ നിന്നിട്ടൊന്നും നമ്മൾ ചെയ്യാറില്ലല്ലോ. അപ്പോൾ വെയിലിൻ്റെ ചൂടും പിന്നെ ആ തീയിൻ്റെ ചൂടും എല്ലാം കൂടി ആവുമ്പോൾ അവിടെ നിൽക്കാനും കോരാനൊന്നും പറ്റുന്നില്ല. കയ്യുമ്മേലേക്കൊക്കെ ആവി തള്ളുമ്പോൾ ചൂടെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇതാ ചിക്കനൊക്കെ കോരി എടുത്തിട്ടുണ്ട്. പിന്നെ അളിയൻ്റെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ പിന്നെ അളിയൻ ചിക്കൻ വറക്കാനൊക്കെ സഹായിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ ഗംഭീര പരിപാടിയായിരുന്നു. എല്ലാവരും കൂടി വന്നപ്പോൾ ഞങ്ങളുടെ വീടൊക്കെ അങ്ങോട്ട് നിറഞ്ഞു. എപ്പോഴെങ്കിലൊക്കെ അല്ലേ നമുക്ക് ഈ പെരുന്നാളുകളും ആഘോഷങ്ങളൊക്കെ വന്നാലല്ലേ നമുക്ക് ഇങ്ങനെയൊക്കെ ആഘോഷിക്കാൻ പറ്റും. ഇതൊക്കെ ഒരു ഓർമ്മകളല്ലേ നമ്മുടെ മക്കൾക്കാണെങ്കിലും നമുക്കാണെങ്കിലും ഇതൊക്കെയാണ് ഒരു ചെറിയ സന്തോഷം. എല്ലാവരും കൂടി കൂടുമ്പോഴും പിന്നെ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴും സന്തോഷമായിട്ട് ഇരിക്കുമ്പോഴൊക്കെ അല്ലേ നമുക്കൊരു സന്തോഷം ഉണ്ടാവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനൊരു പരിപാടി പ്ലാൻ ചെയ്തതൊക്കെ. അപ്പോൾ ഇതാ ഓരോരുത്തർ വന്നു തുടങ്ങി സഹായിക്കാൻ. അപ്പോൾ ഇതാ ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരാൾ വന്നിട്ട് ഇതാ മല്ലിയിലയും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ അരിഞ്ഞ് തരുന്നുണ്ട്. താത്ത കച്ചമ്പറിനുള്ളതൊക്കെ സെറ്റാക്കുന്നുണ്ട്. എല്ലാവരും കൂടിയിട്ടാണ് എല്ലാതും ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പരിപാടികൾ. അപ്പോൾ തെൻസിയാണ് ഇപ്പോൾ ഇതാ മല്ലിച്ചപ്പും പുതിനയൊക്കെ അരിഞ്ഞ് തരുന്നത് കേട്ടോ. അടുപ്പത്ത് നമ്മുടെ പായസം ഇങ്ങനെ ഇരുന്ന് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഓരോ കാര്യങ്ങളും തമാശകളും പറഞ്ഞിട്ടാണ് വീഡിയോ എടുക്കുന്നതും പണികൾ ചെയ്യുന്നതും ഒക്കെ. ഇത് പിന്നെ പായസത്തിലേക്ക് നമ്മൾ തേങ്ങാക്കൂത്ത് ഇടാൻ വേണ്ടിയിട്ടുള്ള തേങ്ങ എന്താ പറയുക കഷ്ണങ്ങളാക്കുകയാണ് കേട്ടോ. നമ്മൾ ഗോതമ്പ് പായസം ഉണ്ടാക്കി നമ്മുടെ വീട്ടിൽ എന്ത് വിശേഷമെങ്കിലും ഗോതമ്പ് പായസമായിട്ട് ഉണ്ടാക്കാറ്. അപ്പോൾ ഗോതമ്പ് പായസം ഉണ്ടാക്കിയേക്കണം. അപ്പോൾ അങ്ങനെ ഇറച്ചി പൊരിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇറച്ചി പൊരിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മസാല കൂട്ടാൻ വേണ്ടിയിട്ട് വട്ടച്ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് മറ്റേ വലിയ ഉള്ളി ഉണ്ടല്ലോ സവാളൊക്കെ വാട്ടിയെടുത്തിട്ടുണ്ട്. സവാളയും തക്കാളിയൊക്കെ ഇതാ വാട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇളക്കാൻ പറ്റുന്നില്ല. എൻ്റെ കൈയിൻ്റെ മുട്ടുവേദന കേട്ടോ. എനിക്ക് കുറച്ച് ദിവസമായിട്ട് കൈമുട്ടുവേദനയാണ്. ഡോക്ടറെ കാണിക്കണം. അപ്പോൾ ഇളക്കുമ്പോൾ ഒക്കെ ഭയങ്കര വേദന. അപ്പോൾ അളിയനെ ഇളക്കാൻ വേണ്ടിയിട്ട് സഹായിക്കാൻ വേണ്ടിയിട്ട് അളിയൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ അങ്ങനെ നമ്മുടെ പായസമാണ് കേട്ടത്. പായസമൊക്കെ അടിപൊളിയായിട്ട് തയ്യാറാക്കിയിട്ട് പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. എല്ലാതും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മുടെ വീടിൻ്റെ ബാക്ക് വശത്താണ്. അപ്പോഴത്തേനും കുഞ്ഞാത്ത വന്നു. കുഞ്ഞാത്തത് ആ പൈനാപ്പിളൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇനി വലിയ പണിയൊന്നുമില്ല കേട്ടോ. പായസമായി, പിന്നെ ചോറൊക്കെ മുന്നേ ആയി, പിന്നെ ബിരിയാണിയും കൂടി വെച്ച് കഴിഞ്ഞ് പണികൾ കഴിഞ്ഞു. അപ്പോൾ ഓരോരുത്തർ ഓരോ പണികൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ പണികൾ കഴിയുമല്ലോ. അപ്പോൾ പൈനാപ്പിളൊക്കെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ ഒരു ഫ്രൂട്ട് സലാഡും കൂടി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അത് ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ. അത് പിന്നെ ഒരുപാട് വട്ടം കാണിച്ചിട്ടുള്ളതല്ലേ, കാരണം ഞാൻ കാണിച്ചിട്ടില്ല. അങ്ങനെ ഇതാ നമ്മുടെ മസാലയൊക്കെ തയ്യാറാക്കി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എനിക്ക് കുറച്ച് തൈര് ഒഴിച്ചു കൊടുത്താണ്. നല്ല ചൂടാട്ടോ. അതാണ് അളിയെ ഓരോ ഭാഗത്ത് നിന്നിട്ട് ഇളക്കണത്. അവിടേക്ക് തീ വരുമ്പോൾ നമ്മുടെ കൈ പൊള്ളുകയാണ്. പിന്നെ നമ്മുടെ വീട്ടിലത്തെ ചട്ടകവും ഇതൊക്കെ വെച്ചിട്ട് തന്നെയല്ലേ ഇളക്കണത്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇത്തിരിയും കൂടി നീളമുള്ള ചട്ടകവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് ഇളക്കുമ്പോൾ നമ്മുടെ കയ്യുമ്മേലേക്ക് വരാതിരിക്കുള്ളൂ. അപ്പോൾ പൊടികൾ ഇടാണ് കേട്ടോ. മല്ലിപ്പൊടിയാണ് ഇടുന്നത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ട് കഴിഞ്ഞു. പിന്നെ അപ്പം ഇനി മല്ലിപ്പൊടി പച്ചമുളക് ചതച്ചത് കുരുമുളക് പൊടി അതൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സെറ്റായി. പിന്നെ ഇറച്ചിയിട്ട് ഒന്ന് കുറച്ച് നേരം കൂടി അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മസാല സെറ്റാവും കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ചോറിനുള്ള പരിപാടി നോക്കണം. അപ്പോൾ അതാ പൈനാപ്പിൾ കട്ട് ചെയ്യുന്നുണ്ട്. ഓരോരുത്തരെടുത്ത് കഴിക്കുന്നുണ്ട്. അങ്ങനെ അപ്പോൾ പൈനാപ്പിൾ കട്ട് ചെയ്താലുള്ള മുഖമൊന്നും പിടിച്ചിട്ടില്ല. കുഞ്ഞുമാണ് കേട്ടോ ക്യാമറ കൈകാര്യം ചെയ്തിരുന്നത്. കാരണം കുഞ്ഞെന്താണ് അവരുടെ മുഖമൊന്നും പിടിച്ചിട്ടില്ല. പിന്നെ ഇതാ നമ്മുടെ ചിക്കനും മസാലയൊക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചോറിനുള്ള ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചെമ്പ് വെച്ചതിന് ശേഷമാണ് ഓർമ്മ വരുന്നത് സവോള അരിഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ അത് ലേശം അവിടെ എണ്ണ ഒഴിച്ചപ്പോഴാണ് ശ്രദ്ധിച്ചത് കേട്ടോ. അപ്പോൾ അവിടെ അങ്ങനെ ഒരു കറുത്ത കളറായി. പിന്നെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇതാ പട്ട ഗ്രാമ്പൂ ഏലക്കായ അങ്ങനെയുള്ള മസാലകളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വെള്ളം ഒഴിക്കും. വെള്ളം ഒഴിച്ചിട്ട് ബാക്കിയുള്ള ചോറിന് അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. കുതിരാൻ വേണ്ടിയിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി അത് ഇട്ട് കൊടുക്കണം. അങ്ങനെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടെ ഒരു ചെക പുകയായിരുന്നു പെട്ടെന്ന് തന്നെ വെള്ളം ഒഴിച്ചപ്പോൾ. അങ്ങനെ ആ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തു. ഇനി നമുക്ക് അരി കഴുകാം. അരി കഴുകുന്ന ആ കറുത്ത കൈകൾ അളിയൻ്റെയാണ് കേട്ടോ. അളിയനാണ് അരി കഴുകി വാരി വയ്ക്കുന്നത്. പിന്നെ വെള്ളം തിളച്ചിട്ട് വേണ്ട അതിലേക്ക് ഇടണമെങ്കിൽ.
അങ്ങനെ നമ്മുടെ വെള്ളമൊക്കെ തിളച്ചു. അതിലിതാ നമ്മുടെ ഇറച്ചി മസാല കൂട്ടി വെച്ചതായിട്ടായിരിക്കുന്നത്. അതിന് മേലെ മല്ലിച്ചപ്പും പുതിനയൊക്കെ ഇട്ടേക്കാണ്. അങ്ങനെ വെള്ളം തിളച്ചു. നമ്മൾ അരി ഇട്ട് കൊടുത്തു കേട്ടോ. അരി ഇടുമ്പോൾ ഭയങ്കര ടാസ്ക്കാട്ടോ. നമ്മൾ ഇത്രയും തോനൊന്നും വെക്കാത്ത കാരണം ഭയങ്കര ഇതായിട്ട് തോന്നി എനിക്ക്. അങ്ങനെ ഇതാ അരിയൊക്കെ ഇട്ടു ഇളക്കി സെറ്റാക്കി വെച്ചു. ഇനി ചോറും കൂടി വെന്ത് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞിട്ട്. ചോറ് പിന്നെ പെട്ടെന്ന് തന്നെ ആവും കേട്ടോ. ബിരിയാണി വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം എളുപ്പമാണ്. പക്ഷെ നമുക്കിത് ദമ്മ് പൊട്ടിച്ചാലാണ് നമുക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. അതുവരെ നമുക്കൊരു ടെൻഷനാണ്. ഇത്രയും നമ്മുടെ വീട്ടിൽ കുറച്ച് പേരുള്ള വെച്ചാൽ നമുക്ക് അത്ര ടെൻഷനില്ല. എല്ലാവരും കൂടി ആകുമ്പോൾ നമ്മൾ ഭക്ഷണം വയ്ക്കുമ്പോൾ നമുക്കൊരു ടെൻഷനാണ്. അതെല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ചോറൊക്കെ വെന്ത് ഊറ്റിയെടുത്തു കേട്ടോ. ഊറ്റിയെടുത്തിട്ടാണ് നമ്മൾ വെച്ചത്. പിന്നെ അത് ദമ്മിടുന്ന പരിപാടിയാണ്. ദമ്മിടുന്നിടത്ത് എല്ലാവരുടെ കൈകളും കാണാം കേട്ടോ. ദമ്മിട്ടു. അങ്ങനെ ദമ്മൊക്കെ ഇട്ട് സെറ്റാക്കി നമ്മൾ അടുപ്പത്തെ തീയൊക്കെ മാറ്റി അടുപ്പിൻ്റെ മേലെ കയറ്റി വെച്ച് നമ്മളങ്ങനെ ഞാൻ പിന്നെ അങ്ങനെ കുളിക്കാനും കാര്യങ്ങൾക്കൊക്കെ പോയിട്ടാണ്. പിന്നെ ബാക്കി എല്ലാവരും അങ്ങനെ കുളിക്കാനും അവരുടേതായ കാര്യങ്ങൾക്കൊക്കെ പോയി. പിന്നെ വന്നിട്ട് പിന്നെ ചോറ് വിളമ്പണ വിശേഷങ്ങളൊക്കെ കാണിക്കാട്ടെ. ഇനി ആ വിശേഷങ്ങളാണ്. പിന്നുള്ള വിശേഷങ്ങളൊന്നും എടുത്തിട്ടില്ല. ഇനി എല്ലാവരും കൂടി ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുക. അതാണല്ലോ, അതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മളിത്ര കഷ്ടപ്പെടുന്നത്. എല്ലാവരും കൂടി വരാനും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതും ഒക്കെയാണ്. എന്താ പറയുന്നത് കേട്ടിട്ടില്ലേ, കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ എല്ലായിടത്തും വേണം എന്നാണ് ഞാൻ പറയുക. നമ്മളിങ്ങനെയൊക്കെ എല്ലാവരും കൂടി വരുമ്പോഴും ഒരുമിച്ച് കാണുമ്പോഴും ഒരു സന്തോഷമാണ്. അങ്ങനെ ഇതാ ലാസ്റ്റ് ചോറും ഇട്ട് കൊടുത്ത് ഇനി നമ്മുടെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, മല്ലിച്ചപ്പ്, പുതിന എല്ലാം അതിൻ്റെ മേലിട്ട് കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച് നമ്മളതിനെ സെറ്റാക്കിയിട്ട് അടുപ്പത്ത് വെക്കും കേട്ടോ. അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കൈ കൊണ്ട് വയ്യാത്ത കാരണമാണ് എല്ലാവരും ഇളക്കാനും പരത്താനും ഒക്കെ വരുന്നത്. എന്താണ് കൈ ഭയങ്കര വേദന. ഇനി ഡോക്ടറെ അടുത്തേക്ക് പോകണം. ഇന്നോ നാളെയായിട്ട് പോകണം എന്ന് വിചാരിച്ചിട്ട് ഇരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ബിരിയാണി പണിയൊക്കെ അത് കഴിഞ്ഞു കേട്ടോ. എല്ലാവരുടെ വീട്ടിലും പെരുന്നാളിന് എന്താണ് ഫുഡ് ഉണ്ടാക്കിയെന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. വെറുതെ ഒന്ന് അറിയാൻ വേണ്ടി മാത്രം. അങ്ങനെ നമ്മുടെ വീട്ടിലത്തെ ബിരിയാണിയുടെ ദമ്മൊക്കെ പൊട്ടിച്ചു. ദമ്മ് പൊട്ടിക്കുന്ന വീഡിയോ ഞാൻ എടുത്തില്ല. പിന്നെ മക്കളെല്ലാവരും കൂടി ഇരുന്നിട്ട് നമ്മുടെ വീടിൻ്റെ ഹാളിലാണ് കേട്ടോ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്നത്. നമ്മുടെ വീടിന് കുറേ പഴക്കമുണ്ട് കേട്ടോ. നല്ല പഴക്കമുള്ള വീടാണ്. പിന്നെ വീട് പൊളിച്ച് ശരിയാക്കിയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഇപ്പോഴും ഞങ്ങളുടെ വീട് അതുപോലെ തന്നെയാണ്. പണ്ടത്തെ ആ വീട് തന്നെയാണ് കേട്ടോ. ഒന്നും നേരാക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ ഇതെല്ലാ കുട്ടികളും നമ്മുടെ പേരക്കുട്ടികളും മക്കളുടെ കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ ഇതിൽ ഉമ്മയുടെ. അപ്പോൾ എന്താ പറയുക, അവരെല്ലാവരും കൂടി ഇരുന്നിട്ട് അകത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നത്. ആ പേരക്കുട്ടികളാണ് ഈ ഇരിക്കുന്നത് കേട്ടോ. എൻ്റെ ഉമ്മയുടെ പേരക്കുട്ടികളാണ് ഈ ഇരുന്ന് കഴിക്കുന്നത്. എല്ലാവരും പേരക്കുട്ടികളും മരുമക്കളും ഒക്കെ ഉണ്ട് കേട്ടോ ഇതിൽ. പേരക്കുട്ടികളുടെ ഭാര്യമാരങ്ങനെ എല്ലാവരും ഉണ്ട്. അപ്പോൾ അവരൊക്കെ ഇരുന്നതാ. നമ്മുടെ മറ്റേ യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നില്ലേ ഷൗലത്ത്, കുറേ പേരെ ഈ ഷൗലത്തിനെ എൻ്റെ അടുത്ത് ചോദിക്കുന്നു. അവളും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഷംന, ജാസ്മി, മോളു, വാവച്ചി, തെൻസി എല്ലാവരും ഉണ്ട് കേട്ടോ. ഷെജ്മ എല്ലാവരും ഉണ്ട്. എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണിതാ. മൂസിന എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഇവരുടെയൊക്കെ ഇവരുടെ ഭക്ഷണം കഴിക്കൽ എല്ലാവരെയും കഴിഞ്ഞിട്ടതിന് ശേഷമാണ് നമ്മളെല്ലാവരും കൂടി പിന്നെ ഇരുന്ന് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കാനുള്ള സൗകര്യം വീട്ടിലില്ല കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ കുറേശ്ശെ പേരായിട്ടിരുന്ന് കഴിക്കുന്നത്. പിന്നെ വലിയ ആൾക്കാരെ സെറ്റൊക്കെ കഴിഞ്ഞു കേട്ടോ. ഫസ്റ്റ് തന്നെ അളിയനും ഇക്കാഗയും അവരൊക്കെ ഇരുന്ന് കഴിഞ്ഞു. അവരൊന്നും വീഡിയോ ഞാൻ എടുത്തില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ അവരൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കാൻ പോവാണ് കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ അതൊക്കെ കാണട്ടെ എന്തായാലും. ചിലപ്പോൾ ഈ വീഡിയോയ്ക്ക് കുറച്ച് ലെങ്ത്ത് കൂടുതൽ കാരണം ചിലപ്പോൾ കാണുന്നവർക്ക് നമ്മളറിയാത്തവർക്കൊക്കെ ചിലപ്പോൾ ഒരു ബോറടി ആയിരിക്കും. പക്ഷേ അറിയുന്നവർക്കാണെങ്കിലും ഞങ്ങൾക്കാണെങ്കിലും ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാണ് കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത കൊല്ലാണെങ്കിലും നമുക്ക് ഈ ഒരു വീഡിയോ എടുത്ത് നോക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ. അപ്പോൾ എന്താ പറയുക, നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടായി തോന്നുകയെന്നുണ്ടെങ്കിൽ ഇത്തിരി ലെങ്ത്തായ കാരണം 14 മിനിറ്റാണ്. ഞാൻ അത്രയും മിനിറ്റിനുള്ള വീഡിയോസൊന്നും ഇടാറില്ല. അപ്പോൾ ഇനി ഇടുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി തോന്നാൻ ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വിശേഷങ്ങൾ. ഇനി കുറച്ച് ഫോട്ടോസുകൾ കാണാം. ഫോട്ടോസുകൂടി കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ വിശേഷങ്ങളുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് നാളെ വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും.